താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ജയകരമായ ഒരു പ്രവൃത്തിക്ക് പിന്നിലും ആ പ്രവൃത്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ എങ്ങനെ ജയമാക്കി തീർക്കാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരിക്കും. അറിവ് മാത്രമല്ല, ആ അറിവിനെ പ്രവൃത്തി പദത്തിലെത്തിക്കുന്ന ഒന്നോ അതിലധികമോ വ്യക്തികളും ഉണ്ടാകും. അവിധത്തിൽ നിങ്ങളെന്നെ കേൾക്കുകയാണ്. വിടുതലെന്ന നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള അറിവിനെക്കുറിച്ച് എൻ്റെ അറിവുകളും എക്സ്പീരിയൻസുമല്ല, മറിച്ച് ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അതേ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ലക്ഷ്യം, വിടുതലെന്ന ലക്ഷ്യം നിങ്ങളുടേതായി മാറണം. നിങ്ങൾ വിടുവിക്കപ്പെട്ടവരായി ഈ അല്പസമയത്തിനപ്പുറം എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സംസാരിക്കുന്നു. എങ്ങനെ നിങ്ങൾക്ക് വിടുതൽ നിങ്ങളുടെ സ്വന്തമാക്കി തീർക്കുവാൻ കഴിയും? വിടുതലോടെ നിങ്ങൾക്ക് ഈ അല്പസമയത്തിന് ശേഷം എഴുന്നേൽക്കുവാൻ കഴിയും. അതേ, നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ അല്പസമയത്തിന് ശേഷം എഴുന്നേൽക്കുവാനായി കഴിയും. അപ്പോൾ ആ കാര്യത്തെ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ചിന്തിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. ഭക്തനെ വിടുതലിലേക്ക് നടത്തുന്ന രണ്ട് കാര്യങ്ങൾ. ഒരിക്കൽ കൂടി പറയട്ടെ, വിശ്വാസിയെ വിടുതലിലേക്ക് നയിക്കുന്ന, വിടുതൽ അവൻ്റേതാക്കി മാറ്റുന്ന രണ്ട് കാര്യങ്ങൾ. നോക്കൂ, എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാനായി കഴിയും. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? രണ്ട് കാര്യങ്ങൾ. ആരാണ് വിശ്വസിക്കേണ്ടത്? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ദൈവദാസനെ, ഞങ്ങൾ വിശ്വാസികളാണല്ലോ, വിശ്വാസികളായിരിക്കുന്ന ഞങ്ങൾ ഇത് ഇനി വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ വിശ്വാസികളാണല്ലോ. നോക്കൂ, എബ്രായ ലേഖനകർത്താവ് ആർക്കാണ് ലേഖനം എഴുതുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ വാക്ക് കേട്ട് അവരുടെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരോടാണ് പറയുന്നത് ലേഖനത്തിലൂടെ. ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും നിങ്ങൾ വിശ്വസിക്കണം. അത് തന്നെ പള്ളിയിൽ പോകുന്നത് കൊണ്ടോ അപ്പനോ അമ്മയും വിശ്വാസികളായതുകൊണ്ടോ, എന്നാൽ എന്തെങ്കിലും നടക്കുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മുമ്പേ ഇരിക്കുന്നത് കൊണ്ടോ അല്ല. പിന്നെ വിടുതലിലേക്ക് നയിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഇവിടെയൊക്കെ ഒത്തിരി കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ടായേക്കാം. ദൈവം ഇല്ല എന്ന് പറയുന്നവർ ഇങ്ങനെ ഇരിക്കുമോ? ആമേൻ. ദൈവം ഇല്ല എന്ന് പറയുന്നവർ, ശരിയല്ലേ? ദൈവം ഇല്ല എന്ന് പറയുന്നവർ ഇങ്ങനെ ഇരുന്ന് സമയം കളയേണ്ട കാര്യമുണ്ടോ? ദൈവം ഇല്ല എന്ന് പറയുന്നവർ പറയുന്നത് കേൾക്കാൻ അവരുടെ പിന്നാലെ പോയാൽ മതിയല്ലോ. സോഷ്യൽ മീഡിയയിൽ അവിധത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഒന്നും ഇരിക്കാതെ ദൈവത്തെക്കുറിച്ച്, അതെ, ദൈവം ഉണ്ടെന്നും ദൈവം പ്രവർത്തിക്കുന്നവനാണെന്നും പറയുന്നവൻ്റെ മുമ്പിൽ ആ പ്ലാറ്റ്ഫോമിൽ ഇരിക്കേണ്ട കാര്യം ഇല്ലല്ലോ. അപ്പോൾ എബ്രായ ലേഖനകർത്താവ് വെറും വാക്ക് പറയുന്നതാണോ? ഒരിക്കലുമല്ല. അപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ ആദ്യമായി ഒരു ചോദ്യം ഭക്തനിൽ നിന്ന് ഉയരണം. ആരാണ് ആ ദൈവം? ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം ആരാണ്? മോശ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ആ ചോദ്യത്തെ അഭിമുഖീകരിക്കുകയാണ്. മോശ തന്നെ ഉത്തരവും നൽകുന്നു. പിതാക്കന്മാരുടെ ദൈവം. മോശ തൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് പിതാക്കന്മാരുടെ ദൈവമെന്നാണ്. ഞാൻ മിസ്രയീമിൽ പോയി ഫറവോന്റെ അടിമത്വത്തിലായിരിക്കുന്ന ജനത്തോട് എന്നെ അയച്ചത് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ആണെന്ന് പറയും. തുടർന്നുള്ള കാര്യങ്ങൾ വേറെ ചിന്തയാണ്, അതിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നില്ല. എങ്കിലും മോശ വ്യക്തമായി പറയുന്നു, ഞാൻ പോയി പറയും എന്നെ അയച്ചത് പിതാക്കന്മാരുടെ ദൈവമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാനുള്ള കാരണം? ഇല്ലെങ്കിൽ ഒരുപക്ഷെ ലവന്മാർ ചിന്തിക്കും, മോശ മരുഭൂമിയിൽ 40 വർഷം അലഞ്ഞ്, അതാണല്ലോ അവിടുത്തെ പ്രതിപാദ്യ വിഷയം. പുറപ്പാട് പുസ്തകം ആദ്യ അധ്യായങ്ങളിലെ പ്രതിപാദ്യ വിഷയം തന്നെ. മരുഭൂമിയിൽ അലഞ്ഞ് ഇത്രോവിൻ്റെ മോളെയും കല്യാണം കഴിച്ച് ആടും മേച്ച് നടന്നപ്പോൾ എന്തോ
പുതിയ സംഭവം കിട്ടിയതുമായിട്ട് വന്നിരിക്കുകയാണ്. ഓ താങ്ക് ഗോഡ്. ഇന്ന് അങ്ങനെയാണല്ലോ, പുതിയ പുതിയ സാധനങ്ങളുമായിട്ട് ഒരുപാട് പേർ നമ്മുടെ അടുക്കൽ കടന്നു വരും. അതിൽ അധികം പേര് പിശാചുക്കൾ അതെ തന്നെയാണ്, വെളിച്ചദൂതന്റെ വേഷം കെട്ടിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയത്, നൂതനമായത്, കൊതിപ്പിക്കുന്ന, മോഹിപ്പിക്കുന്ന അങ്ങനെ പല സാധനങ്ങളുമായിട്ട്. പക്ഷെ മോശ പറയുന്നു, പിതാക്കന്മാരുടെ ദൈവം ആരാണ്? ആ പിതാക്കന്മാർ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, പിതാക്കന്മാരുടെ ദൈവം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. അതെ, ഈ സമയം നിങ്ങൾക്കൊപ്പമായിരിക്കുമ്പോൾ എനിക്കും സന്തോഷത്തോടെ പറയുവാനുള്ളത്, എനിക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയ എന്നാ കൊള്ളാം, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എവിടെ നിന്നെങ്കിലും ചുരണ്ടിയെടുത്ത ഒരു ദൈവത്തെ കുറിച്ചല്ല, പിതാക്കന്മാരുടെ ദൈവത്തെ കുറിച്ച് എന്നെ ഞാനാക്കി നിലനിർത്തിയ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും നിങ്ങളാക്കി നിലനിർത്തിയിരിക്കുന്ന അതെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ കുറിച്ച് തന്നെ അർത്ഥം. ഒത്തിരി പേരുടെ കണ്ണുനീരാണ്, ഒത്തിരി പേരുടെ പ്രാർത്ഥനയാണ് നിങ്ങളായി എന്നെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പലരും ചിന്തിക്കുന്നുണ്ട്, ഞാൻ കണ്ടെത്തി, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ആരാധിക്കുന്നു, ഞാൻ അറിഞ്ഞു, ഞാൻ നിൽക്കുന്നു, അതുകൊണ്ട് നിർത്തിയിരിക്കുന്നു. ഒരിക്കലുമല്ല. സന്തോഷത്തോടെ പറയട്ടെ, ആരുടെയൊക്കെയോ കണ്ണുനീർ, നിങ്ങൾ അറിയുന്ന, നിങ്ങളുടെ തൊട്ടടുത്തുള്ള, നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുന്ന ആരുടെയൊക്കെയോ കണ്ണുനീർ നിങ്ങളെ നിർത്തിയിരിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, തിരിച്ചറിയേ, നിങ്ങളുടെ മിടുക്കല്ല, നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നുപോയ വഴിത്താരയിലെ പ്രതിസന്ധികൾ കണ്ട് ഉറക്കമില്ലാതെ കരഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിച്ച മാതാപിതാക്കളുടെ പ്രാർത്ഥന, പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന, സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന നിങ്ങളെ നിർത്തിയിരിക്കുന്നു. ഓ താങ്ക് ഗോഡ്. സഹോദരാ, നീ അവിടെ എല്ലാം നഷ്ടപ്പെട്ടവനായി വേദന സഹിച്ച് എന്തു ചെയ്യും എന്ന് പറഞ്ഞ് ആരോട്, എങ്ങനെ, എന്തിനോട് എൻ്റെ ഈ ഫ്രസ്ട്രേഷൻ തീർക്കുമെന്ന് പറഞ്ഞ് ഭാര്യയോട് കലഹിച്ചപ്പോൾ, മാതാപിതാക്കളോട് കലഹിച്ചപ്പോൾ, വേണ്ടപ്പെട്ടവരോട് കലഹിച്ചപ്പോൾ തിരിച്ചറിയണമേ, ആ കലഹത്തിന്റെ വേദന സഹിച്ച അർദ്ധരാത്രികൾ കണ്ണുനീരോടെ നിലവിളിയോടെ നിന്റെ കുടുംബം, അതേ നിന്റെ പ്രിയപ്പെട്ടവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് ഇന്ന് ഫ്രസ്ട്രേഷൻ ഇല്ലാതെ നീ ഉറങ്ങുന്നു. ഓ താങ്ക് ഗോഡ്. അല്ലെങ്കിൽ ഇന്നലകളിൽ ഫ്രസ്ട്രേഷനിൽ പെട്ടുപോകുമായിരുന്ന സ്ഥാനത്തു നിന്ന് നീ പുറത്തു വന്നു, ഇന്നും നീ നിലനിൽക്കുന്നു. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ, ഇതൊരു പുതിയ സംഭവമല്ല. പിതാക്കന്മാരുടെ ദൈവം, പിതാക്കന്മാരുടെ ദൈവം, ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി അറിയേണ്ടിയിരിക്കുന്നു. പിതാക്കന്മാരുടെ ദൈവം എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ എന്താണ് നിങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? നോക്കൂ, ആബ്രഹാമിന്, ഗോത്രപിതാവായ ആബ്രഹാമിന് ദൈവം എങ്ങനെ ആയിരുന്നു? ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്രമാത്രം വളർന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരാൾ നിങ്ങൾ ബാധ്യതയിലായിരിക്കുമ്പോൾ, നിങ്ങൾ കടത്തിലായിരിക്കുമ്പോൾ, ജപ്തിയുടെ വക്കിൽ ലോൺ അടയ്ക്കുവാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ, മക്കളെ പഠിപ്പിക്കുവാൻ, അവരുടെ വിവാഹം നടത്തുവാൻ, അവർക്ക് വേണ്ടത് നൽകിക്കൊടുക്കുവാൻ കഴിയാതെ വലിയ ദാരിദ്ര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, ഒരു മനുഷ്യൻ നിങ്ങളോട് പറയും, ദൈവത്തിന് നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. നിങ്ങൾ അനുഭവിക്കുന്ന ഈ സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. അപ്പുറത്ത് ഉടനെ വരും അടുത്ത സ്റ്റേറ്റ്മെന്റ്, പിന്നെ യേശു ഭയങ്കരല്ലേ, അല്ലേ? യേശു ലോൺ കൊടുക്കുകയല്ലേ, യേശു ബാങ്ക് നടത്തുകയല്ലേ, രോഗികളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ യേശു ആശുപത്രി നടത്തുകയല്ലേ. ചിലരുടെ യേശു അങ്ങനെയാ. ആ യേശുവിന് ഈ ലോകത്തിൽ ഒന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ആ യേശു അവരും കണ്ടിട്ടില്ലാത്ത, അവർക്കും ഇന്നും തിരിച്ചറിയുവാൻ കഴിയാത്ത ഏതോ ലോകത്തിൽ എന്തോ അവർക്ക് വേണ്ടി ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രിയരെ കേൾക്കണമേ, ബൈബിൾ പരിചയപ്പെടുത്തുന്ന യേശു അങ്ങനെ അല്ല. അവൻ രോഗികൾക്ക് നല്ല വൈദ്യനാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രോഗിയായി, രോഗത്താൽ ഭാരപ്പെട്ട് എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, കേൾക്കണമേ, അവൻ നിനക്ക് നല്ല വൈദ്യനാണ്. ഈ ലോകത്തിൽ ഒരു ഡോക്ടറിനും ട്രീറ്റ് ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ, അതെ, ഒരു ഡോക്ടറിനും ട്രീറ്റ് ചെയ്ത് സൗഖ്യമാക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ സൗഖ്യമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സൗഖ്യമാകാം. ഓ താങ്ക് ഗോഡ്. ആമേൻ. ബൈബിൾ പറയുന്നു അവൻ നല്ല വൈദ്യനാണ്. ഓ സ്തോത്രം. അവൻ നല്ല വൈദ്യൻ മാത്രമല്ല,
റോമൻ ഭരണകൂടത്തിന് കൊടുക്കേണ്ട കരം കൊടുക്കേണ്ട സമയമായപ്പോൾ അതേക്കുറിച്ച് അറിയിക്കുവാൻ വന്ന പത്രോസിനോട് പോടാ പോ, നീ മുകളിലുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുക എന്ന് പറയാതെ അവൻ്റെ ആവശ്യം അറിഞ്ഞ് കരം കൊടുക്കുവാനുള്ളത്, കരം ഒടുക്കുവാനുള്ളത് അവൻ്റെ കരങ്ങളിൽ നൽകിയ ബാങ്കറാണ് എൻ്റെ യേശു. ഓ താങ്ക് ഗോഡ്. നിന്റെ ആവശ്യം അതാണോ? സാമ്പത്തികമായി വല്ലാതെ ബാധിക്കപ്പെട്ട് വല്ലാതെ ഞെരുങ്ങി എങ്ങനെ മുൻപോട്ട് പോകും? നാളെ എന്തായിത്തീരും? വല്ലാത്തൊരു ടെൻഷൻ അല്ലേ? നാളെ എന്തായിത്തീരും? അടുത്ത മാസം എന്തായിത്തീരും? ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. ജോലി ഉണ്ടെങ്കിൽ ആ പേരും പറഞ്ഞ് കുറച്ചുകൂടെ അവധി അല്ലേ സഹോദര സഹോദരി? ഒത്തിരി കടം വാങ്ങി കടന്നു പോയതാ, ഇതുവരെ ജോലി ആയിട്ടില്ല. മാതാപിതാക്കളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ കുഞ്ഞെ? അവിടെ എത്തിയിട്ടും ജോലി കിട്ടിയില്ലെന്ന് അറിഞ്ഞാൽ മാതാപിതാക്കൾ തളർന്നു പോകും. സ്തോത്രം. അല്ലാതെ ഭാരപ്പെട്ടായിരിക്കുക. എൻ്റെ യേശുവിന് നിന്റെ അവസ്ഥയ്ക്ക് പരിഹാരം വരുത്തുവാൻ കഴിയും. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിനക്ക് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ആവശ്യമെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ തരുവാൻ എൻ്റെ യേശു നിനക്ക് വിശ്വസ്തനായ ബാങ്കറാണ് അവൻ. അങ്ങനെയല്ല, ഇങ്ങനെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നെ വിശ്വസിക്കുന്ന ബാങ്കറാണ്. ലോകത്തിലെ ഒരു ബാങ്കും നിന്നെ വിശ്വസിക്കത്തില്ല. ലോകത്തിലെ ഒരു പണമിടപാടുകാരനും നിന്നെ വിശ്വസിച്ച് ഇനി നിന്റെ കയ്യിൽ ഒന്നും തരത്തില്ല. എന്നാൽ എൻ്റെ യേശു നിന്നെ വിശ്വസിച്ച് നിനക്ക് വേണ്ടത് തരും. ഓ താങ്ക് ഗോഡ്. ആമേൻ. നിങ്ങൾ എന്താണോ അവനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ലോകം പറയുന്നതല്ല, ഇതേ തരൂ എന്ന് പറഞ്ഞ് ലോക മനുഷ്യരെ പോലെ മാറി നിൽക്കുന്നവനല്ല ആബ്രഹാമിന്റെ ദൈവം. അതുകൊണ്ടാണ് പിതാക്കന്മാരുടെ ദൈവം ആബ്രഹാം പറയും, എൻ്റെ ദൈവം അങ്ങനെ അവനും ഇവനും പറയുന്നത് പോലെ പറഞ്ഞ് മാറി നിൽക്കുന്നവൻ അല്ലേ അല്ല. ഇനി ദൈവം ആദ്യമേ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ഇത് മാത്രമേ ചെയ്യൂ എന്ന് പറയുന്നവനും അല്ല. ഓ താങ്ക് ഗോഡ്. പലരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ദൈവം ചില കാര്യങ്ങൾ ചെയ്യും, ആ കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. തെറ്റ്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് അടപടലം തെറ്റാണ്. അങ്ങനെ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് കയ്യും കെട്ടി ഇത് മാത്രം നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്നവനല്ല ദൈവം. മറിച്ച് എന്താണോ നിങ്ങളുടെ ആവശ്യം, ഇപ്പോൾ ഈ സമയം പ്രൈസർ ഫാമിലിയിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന ഇത് നിങ്ങളുടെ വിടുതലിൻ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പമായിരിക്കുമ്പോൾ എന്താണോ നിങ്ങളുടെ ആവശ്യം, ആ ആവശ്യം അറിഞ്ഞ് നിങ്ങൾക്ക് തരുന്നവനത്രയേ എൻ്റെ ദൈവം. നോക്ക്, ആബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ആബ്രഹാമേ നീ എൻ്റെ പിന്നാലെ വന്നാൽ. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ആബ്രഹാമിന്റെ മീൻസ് പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ചരിത്രത്തോടു കൂടെയാണ്. ആബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ആബ്രഹാമേ നീ എൻ്റെ പിന്നാലെ വന്നാൽ നിന്നെ ഞാൻ സ്വർഗത്തിലെത്തിക്കാം. അത് നല്ലതാണ്. സ്വർഗം നല്ലതാണ്, നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മുടെ പ്രത്യാശയുടെ മകുടമാണ് സ്വർഗം. അതേ നിത്യത. എന്താ നമുക്ക് നിത്യത കിട്ടിയാ പുളിക്കുവോ? അതിനുവേണ്ടി തന്നെയാണ് കഷ്ടപ്പെടുന്നേ. അതിനർത്ഥം ഈ ലോകത്തിൽ ഒന്നും തരാതെ അവിടെ എത്തിയിട്ട് നോ നമ്മുടെ ദൈവം അങ്ങനെയല്ല. ആബ്രഹാമിനെ വിളിച്ച് അങ്ങനെ തരാമെന്നല്ല പറഞ്ഞത്. നിനക്കെന്താണോ ഇല്ലാത്തത്, അബ്രഹാം ചാടി പറയും, ദൈവമേ എല്ലാം എനിക്കുണ്ട്, എല്ലാം ഞാൻ നേടിയെടുത്തു. പാരമ്പര്യമായി ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. പേര് വരുമ, പ്രശസ്തി, പാരമ്പര്യം എനിക്കുണ്ട്, ആടുമാടുകളുണ്ട്, അതേ ദാസന്മാരുണ്ട്, സമ്പത്തുണ്ട്, എനിക്കെല്ലാം ഉണ്ട്. പക്ഷേ അതിനെ എനിക്ക് ശേഷം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഒരു തലമുറയില്ല. ഭാരത്തോടെ ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. എല്ലാമുണ്ട്, ഒരു തലമുറ ഇല്ല. സഹോദരി, ആ ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. താങ്കിലോട് യേശുവിൻ നാമത്തിൽ സ്തോത്രം. നിന്റെ ഉദരത്തിന്മേൽ ജീവൻ തുടിക്കുക. ഓ താങ്കോട് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ഡോക്ടർ പറഞ്ഞ വാക്കുകൾ ഇത് ഭയപ്പാടോടെ ആയിരിക്കും. അയ്യോ നോക്കാം കേട്ടോ. സ്തോത്രം. എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അടുത്ത സ്കാനിങ് ആവട്ടെ. അടുത്ത സ്കാനിങ്ങിൽ നീ ഇങ്ങനെ ചോദിക്കും, ഡോക്ടറെ കഴിഞ്ഞ പ്രാവശ്യം എന്തോ പറഞ്ഞിരുന്നില്ലേ, എന്ത് പറഞ്ഞെന്ന്? ഒരു കുഴപ്പമില്ല, പെക്കോ എന്ന് പറയാൻ പോകുക. ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ ഡോക്ടർ പറയാൻ പോകുക. ഒരു കുഴപ്പമില്ല, പോ എന്ന് പറയുവാൻ തക്കവണ്ണം നിന്റെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞിനെ കർത്താവ് സന്ദർശിക്കുക. ഓ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. മാതാവേ, വിവാഹം കഴിഞ്ഞ് കടന്നുപോയ ഭവനത്തിൽ ഒരു
കുഞ്ഞിൻ്റെ അമ്മയാകുവാൻ കഴിയാത്തത് കൊണ്ട് പുറത്താക്കലിൻ്റെ വക്കിലായി നിൽക്കുന്ന നിന്റെ തലമുറയെക്കുറിച്ചാ അവിടെ ജീവൻ തുടിക്കുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അവൾക്കില്ലാത്തത് ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് നീ പ്രതീക്ഷിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ചെയ്ത് എൻ്റെ ദൈവം, പിതാക്കന്മാരുടെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ പോകുക. സ്തോത്രം. ആമേൻ. അബ്രഹാമിന് മക്കളില്ല. പലർക്കും മക്കളുണ്ട്. പക്ഷേ ഈ ലോകത്തിൽ നിന്ന് നേടിയെടുത്തതൊക്കെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകുവാൻ മക്കൾ ലായ്ക്കില്ലാത്തവരായി മാറിയിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ടു അധ്വാനിച്ചു നേടിയെടുത്തത് മദ്യപിച്ചും കൂട്ടുകെട്ടുകളിലൂടെയും അവർ തീർത്തുകൊണ്ടേ ഇരിക്കുന്നു. ലോക വഴികളിൽ നടന്ന് നിങ്ങൾ നേടിയെടുത്ത പേര് പെരുമ പ്രശസ്തി എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു. സഹോദരി, നീ കരയുക. സഹോദര, നിന്റെ തലമുറയെക്കുറിച്ച് ഓർത്ത്, ഇങ്ങനെ ഒരു തലമുറ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയും വിധത്തിൽ നിന്നെ അത് വല്ലാതെ വേട്ടയാടുകയാ. ദുസ്വപ്നമായി നിന്റെ തലമുറയുടെ ഭാവി നിനക്ക് മുമ്പിൽ ചോദ്യചിഹ്നം ഉയർത്തുകയാ. കേൾക്ക്. സ്തോത്രം. നീ നേടിയെടുത്തതും നിന്നിലേക്ക് വന്നു ചേർന്നതും നിനക്ക് ദൈവം തന്നതും അടുത്ത ഘട്ടത്തിലേക്ക് നിനക്കപ്പുറം മുൻപോട്ട് കൊണ്ടുപോകുവാൻ, തലമുറയില്ലാതെ പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിന്റെ തലമുറ, സ്തോത്രം, നിന്റെ പാരമ്പര്യത്തെ വഹിക്കും. ഓ താങ്ക് ഗോഡ്. നിന്റെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടിനെ വഹിക്കും. നിനക്ക് ദൈവം തന്ന നന്മകളെ വഹിക്കും. ഓ താങ്ക് ഗോഡ്. നിന്റെ സാക്ഷ്യത്തെ ചുമക്കും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവർ എവിടെയായിരുന്നാലും അവിടെ നിന്ന് എൻ്റെ കർത്താവ് നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരും. അതേ, കാരണം അവൻ പിതാക്കന്മാരുടെ ദൈവമാണ്. അബ്രഹാമേ, ആടുമാടുകൾ ഉണ്ടല്ലോടാ. ആബ്രഹാമേ, ദാസീദാസന്മാരുണ്ടല്ലോടാ. ആബ്രഹാമേ, പറഞ്ഞിട്ട് കേൾക്കാതെ കൂടെ കൂടിയ ലോത്തുണ്ടല്ലോടാ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ് എന്ന് പറയുന്ന ദൈവമല്ല, മറിച്ച് അവൻ്റെ ആവശ്യം എന്താണോ അതറിഞ്ഞു കൊടുക്കുന്ന ദൈവം. നിങ്ങൾക്കൊരു ദൈവമുണ്ട് എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, തിരിച്ചറിയ. നിങ്ങൾക്കൊരു ദൈവമുണ്ട്. എന്താണോ നിങ്ങളുടെ ആവശ്യം, എന്താണോ നിങ്ങളുടെ ആവശ്യം, ആവശ്യം അറിഞ്ഞ് നിങ്ങൾക്ക് തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആമേൻ. രോഗിയാണോ, നിന്നെ സൗഖ്യമാക്കുന്നവരാണ് ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. കടക്കാരനാണോ, കടത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്നവനാണ് ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. പരാജയം മാത്രം അനുഭവിച്ച് ഇനി മുമ്പിൽ നല്ലതൊന്നും കാണുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞായിരിക്കുന്നു. കേൾക്ക്. അവിടെ നിന്ന് ജയത്തിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ, പുതിയ പ്രഭാതങ്ങൾ അനുഗ്രഹത്തിൻ്റെതായി തുറന്നു തരുവാൻ കഴിവുള്ളവരാണ് ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ലോകം അതിന് നിങ്ങളെ സമ്മതിക്കത്തില്ല. ലോകം പറയും അല്ല, ഇങ്ങനെ അല്ല, ഇങ്ങനത്തെ ദൈവമല്ല. ആ ദൈവത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, പിതാക്കന്മാരുടെ ദൈവത്തെക്കുറിച്ചാണ്. എബ്രായർ, വിശ്വാസികളായ എബ്രായരോട് പറയുന്നു, നിങ്ങൾ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. ആ ദൈവം ആര് എന്ന് അറിഞ്ഞിട്ട് തന്നെ, ആ ദൈവം പിതാക്കന്മാർക്ക് എങ്ങനെ ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കണം. തീർന്നില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വിശ്വസിക്കണം. ഏത് അവസ്ഥയിൽ നിങ്ങളായിരുന്നാലും ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിന് കഴിയും. ഇതിനിടയ്ക്കും പെട്ടുപോകുന്ന ഒരു കൂട്ടരുണ്ട് കേട്ടോ. അവരെ പിശാച് പറഞ്ഞ് പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ കുറവുകൾ വന്നതുകൊണ്ട്, നിന്റെ ജീവിതത്തിൽ പാപം കടന്നു വന്നതുകൊണ്ട്, നീ ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ കൈവിട്ടു. ശരിയാണ്, ദൈവം നിങ്ങളെ കൈവിട്ടു. പക്ഷേ മഹാകരുണയോടെ ചേർത്തുകൊള്ളും. ഒന്ന് കണ്ണുനീരോടെ നിലവിളിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ഇന്നലകളിൽ വന്നുപോയ കുറവുകളെ ഏറ്റുപറഞ്ഞ് വിട്ടുകളയുവാൻ തയ്യാറാകുമെങ്കിൽ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മനോഹരമായി കർത്താവ് യേശു ക്രിസ്തു ഉപമയിലൂടെ അത് വെളിപ്പെടുത്തുന്നു. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തു എന്ന ശബ്ദം ആ മകനിൽ നിന്ന് ഉയർന്നപ്പോൾ വാതിൽ തുറന്നിട്ട് കാത്തിരിക്കുന്ന അപ്പനെ അവൻ കണ്ടു. ആ മാറിൻ്റെ സുരക്ഷിതത്വത്തിൽ അവൻ ചേർന്ന് നിന്നു. പ്രിയരെ, വന്നുപോയിട്ടുണ്ടായിരിക്കാം തെറ്റുകൾ. ആ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി പിന്നെയും അത്ഭുതം പ്രവർത്തിക്കും. വേറെ ഒരു കൂട്ടറുണ്ട്, പെട്ടു നിൽക്കുന്ന മറ്റൊരു കൂട്ടർ. അവർ പറയും, അയ്യോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുടുംബത്തിൽ, അതായത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ദൈവമല്ലല്ലോ, ജാതികളായി ജനിച്ചല്ലോ, നിങ്ങളൊക്കെയാണ് ഭാഗ്യവാന്മാർ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദൈവമില്ലല്ലോ. ആബ്രഹാമിനോട് ചോദിക്കുക. ആബ്രഹാം പറയും, എൻ്റെ അപ്പൻ കൽദയനാ,
പച്ചമരം എവിടെയുണ്ടോ അതിൻ്റെ എല്ലാം ചുവട്ടിൽ വിളക്ക് കത്തിച്ചു വെച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുകയും നമസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവരാ. അതിൽ നിന്നാ ഒരുത്തനെ ദൈവം വിളിച്ചത്. നിന്റെ പാരമ്പര്യം, ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ നിന്നെ ദൈവം വിളിച്ചതാ. സ്തോത്രം. കാരണം ദൈവം ജാതി നോക്കി ഓടി ഒളിക്കുന്നവനല്ല. നിന്റെ ജാതി കണ്ട്, നിന്റെ മതം കണ്ട്, നിന്റെ ഇന്നലകളിലെ അങ്ങനെ കണ്ട് ഓടി ഒളിക്കുന്ന ഒരു ദൈവം അല്ല. സഹോദര സഹോദരി, ആബ്രഹാമിനെ പോലെ നിന്റെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. എന്തിനാ? നിനക്കിന്നില്ലാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ തരുവാൻ. ചുറ്റുപാടും നോക്കി ഇത് കേൾക്കുമ്പോൾ തന്നെ ആ പാരമ്പര്യം നിന്റെ ഹാളിനകത്തുണ്ട്. ഓ ഗോഡ്, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ പാരമ്പര്യം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കും. അതിനകത്ത് നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് തീർന്നില്ല. പിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകും. ഓ താങ്ക് ഗോഡ്. ക്രിസ്ത്യാനിക്ക് പ്രതിഫലം നൽകും, പെന്തക്കോസുകാരന് പ്രതിഫലം നൽകും. അങ്ങനെയാണോ? അല്ല. തന്നെ ആരന്വേഷിച്ചാലും, അതേന്നേ, നിങ്ങൾ എൻ്റെ കർത്താവിനെ അന്വേഷിക്കുന്നു എങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും, നിങ്ങൾ ആ പ്രതിഫലം പ്രാപിച്ചെടുക്കും. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ എന്താണ് പ്രതിഫലം? അതും ആബ്രഹാമിനോട് ചോദിക്കുക. ആബ്രഹാം പറയും, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തി. ഓ, എവിടെന്നാ കണ്ടെത്തിയേ? പള്ളിക്കകത്തിരുന്ന് കണ്ടെത്തിയെന്നാണോ പറയുന്നത്? മെസ്സേജ് കേട്ടോണ്ടിരുന്ന് കണ്ടെത്തിയെന്നാണോ? അല്ലെന്നേ, ജാതീയ പാരമ്പര്യത്തിനകത്ത് നിന്ന് അബ്രഹാം ദൈവത്തെ കണ്ടെത്തി. ആ കണ്ടെത്തലിന്റെ ഫലം മക്കളില്ലാതെ ഈ ലോകത്തിൽ പേരവസാനിച്ചു പോകേണ്ട ആബ്രഹാമിനെ മക്കളുള്ളവനാക്കി മാറ്റി, അല്ല പിതാവാക്കി മാറ്റി. പിതാക്കന്മാരുടെ ദൈവം എന്ന ആ സ്റ്റേറ്റ്മെന്റിലെ പിതാവാക്കി മാറ്റി. എത്ര വലിയവനാ നമ്മുടെ ദൈവം, അല്ലേ? അങ്ങനെ പേരവസാനിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾക്കൊരു പ്രതിഫലം ഉണ്ട്. കാരണം ആ ദൈവത്തിന് അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കി കൊടുക്കുവാൻ കഴിയും. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത്, ഒരു പ്രതീക്ഷയും ഇല്ലാത്തിടത്ത്, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചായിരിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടതിനെ ഉരുവാക്കി തരുവാൻ ദൈവത്തിന് കഴിയും. സഹോദര, ആ ജോലി സ്ഥലത്ത് തന്നെ നിനക്കൊരു പ്രതീക്ഷയുമില്ല സഹോദരി, അവിടെ തന്നെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടായിരിക്കുക. അവിടെ നിന്ന് തന്നെ നിനക്ക് വേണ്ടത് ഉരുവാക്കി തരുവാൻ, നിന്റെ കുടുംബം നോക്കുവാനുള്ളത്, നിന്റെ മക്കളെ പഠിപ്പിക്കുവാനുള്ളത്, ഭവനം പണിയുവാനുള്ളത്, വസ്തു വാങ്ങുവാനുള്ളത്, അതെ, അത് ഉരുവാക്കി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരി, സ്നേഹമില്ലാത്ത നിന്റെ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ നിന്നെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിന്റെ ഉറവകൾ തുറന്നു തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. സഹോദര, ആരുടെയോ വാക്ക് കേട്ട് ആരുടെയൊക്കെയോ വാക്കിന് പിന്നാലെ പോകുന്ന നിന്റെ ഭാര്യയെ തന്നെ നിനക്കൊപ്പം ചേർത്ത് നിർത്തി ഈ സ്നേഹത്തിന്റെ പുതിയ നിർവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. മാതാവേ, പിതാവേ, മദ്യത്തിലും മയക്കുമരുന്നിൽ പെട്ടുപോയ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന അവൈശ്വാചിക മണ്ഡലത്തിന് കീഴ്പ്പെട്ടായിരിക്കുന്ന നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിന്റെ നാമം നിങ്ങളിലൂടെ ഉയരും വിധത്തിൽ സാക്ഷികളാക്കി നിർത്തുവാൻ, അതെ, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. യെസ്. സാഹചര്യം മുഴുവൻ അയ്യോ ദേവദാസനെ പറ്റത്തില്ല, അവർ പെട്ടുപോയി. ദേവദാസനെ നിങ്ങൾക്കറിയത്തില്ല, അവൻ മദ്യത്തിന്റെ പിടിയിലാണ്, എൻ്റെ ഭർത്താവ് മദ്യത്തിന്റെ പിടിയിലാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, തീർന്നു, അവനിനി ഒരിക്കലും തിരിച്ചു വരത്തില്ല. അതോ ലോകം പറയും തീർന്നു തീർന്നു. 99 നിൽക്കുന്ന ആബ്രഹാമിനെ നോക്കി ആബ്രഹാം തന്നെ പറയും തീർന്നു തീർന്നു തീർന്നു. പക്ഷെ ദൈവം പറയും തീർന്നിട്ടില്ല തീർന്നിട്ടില്ല. തീർന്നിട്ടില്ലാത്തത് കൊണ്ട് മേമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന ദൈവം, മാതാവേ, നിന്നെ വിസിറ്റ് ചെയ്യുക ആ ആശുപത്രി കിടക്കയിൽ, അവിടെ നിന്ന് നീ പുറത്തു വരുവാൻ. ഓ താങ്ക് ഗോഡ്. ആമേൻ. മാതാവേ കേൾക്ക്, സ്തോത്രം. പിതാവേ കേൾക്ക്, ആശുപത്രി കിടക്കയിൽ നിന്നെ വിസിറ്റ് ചെയ്യുക, നീ തീർന്നിട്ടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ. സ്തോത്രം. ആശുപത്രി കിടക്കയിൽ പ്രിയ കുഞ്ഞുമായിരിക്കുന്ന മാതാവേ, പിതാവേ, സ്തോത്രം, ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ഇറങ്ങി വരിക. അയ്യോ, എൻ്റെ ആത്മീയ ജീവിതം തകർന്നു, എൻ്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു, എനിക്ക് മുമ്പിൽ പ്രതീക്ഷിക്കുവാനൊന്നുമില്ല. പ്രാർത്ഥനാ ജീവിയായ നീ വിശ്വസിക്ക്. അയ്യോ, കഴിയാത്തത് കൊണ്ട്, പെട്ടുപോയത് കൊണ്ട് കർത്താവ് നിന്നെ കൈവിട്ടു, ഇല്ല, പുറത്തു കൊണ്ടുവരും, പണിതുയർത്തും. പിന്നെയും നീ പ്രാർത്ഥിക്കും, പിന്നെയും നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. ശുശ്രൂഷക, ഒന്നും അവസാനിച്ചു പോയിട്ടില്ല. അവനെ അന്വേഷിക്കുന്ന നിനക്കൊരു പ്രതിഫലം ഉണ്ട്. അപ്പോ 2 കാര്യങ്ങൾ, വിശ്വസിച്ചാൽ നീ ആ വിടുതൽ കാണും. ദൈവമുണ്ട്, നിനക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവം
ഉണ്ട്. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ ഇത് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. അതുപോലെ ബാധിക്കപ്പെട്ടവർക്ക് ഞങ്ങളുടെ കോൺടാക്റ്റുകൾ കൈമാറുക, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി തന്നെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും, ജോയിൻ ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ലൈവായി പ്രാർത്ഥിക്കും. അതുപോലെ നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിലും കടന്നു വരാം. എല്ലാ ഞായറാഴ്ചയും സഭാരാധനയുണ്ട് കേട്ടോ, ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ആരാധനയ്ക്ക് കൂടുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ ജോയിൻ ചെയ്യുക. എവിടെയായിരുന്നാലും നിങ്ങൾക്ക് ലൈവായി തന്നെ ജോയിൻ ചെയ്യുവാൻ കഴിയും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്ക് ആ ലിങ്ക് ലഭിക്കും. നിങ്ങളൊരു ആലയത്തിൽ കടന്നു പോകുന്നില്ലെങ്കിൽ കടന്നു വരിക. നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. എന്നാ കണ്ടോ, വിശ്വസ്ത കർത്താവെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരിലെ രോഗികളെ ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. കടഭാരത്താൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ തിരിച്ചു കൊടുക്കുവാൻ കഴിയാതെ തലകുനിച്ചായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. ജപ്തി നോട്ടീസുകൾ ക്യാൻസൽ ആകട്ടെ. യേശുവിൻ നാമത്തിൽ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളുടെ മേലുള്ള അവകാശവാദങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ ക്യാൻസൽ ആകട്ടെ. മക്കളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടെ മുൻപോട്ടുള്ള ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളും വഴിയട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആത്മീയ ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പം മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൻ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.